സ്തുതിക്കാത്തതിന്റെ കുഴപ്പം. സ്തുതിച്ചില്ലെങ്കിലുണ്ടല്ലോ ഉള്ള ശത്രുക്കളെല്ലാം നമുക്ക് ചുറ്റും കൂടും. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ചു. പരിസേർ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരോട് പറ, ശാസിക്ക്, ദൈവത്തെ സ്തുതിക്കരുത്, അങ്ങനെ ഉറക്കെ സ്തുതിക്ക് നിർത്താൻ പറഞ്ഞു. ദൈവാരാധന നിർത്താൻ പറഞ്ഞു. ഈശോയെ ആരാധിക്കെന്ന് പറഞ്ഞു, ഈശോയെ സ്തുതിക്കരുതെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. അവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തി വിളിക്കും ഞാൻ നിങ്ങൾ പറയുന്നു. അടുത്ത നിമിഷം കണ്ടുമുട്ടുന്നുണ്ട്. സ്വർണ്ണ ശിഷ്യം അവരോട് പറയുകയാണ്, ഈ ദൈവത്തെ സ്തുതിക്കാത്തതുകൊണ്ട് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയൂ. ഹല്ലേലൂയ. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്നെ ജനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. അതുകൊണ്ടാണ് ദൈവസ്തുതിപ്പ് നിർത്തിക്കോ, ശരിക്കുള്ള ഹൃദയം തുറന്നുള്ള ആരാധന നിർത്തിക്കോ. കാണാൻ പറ്റും പൈശാചിക ശക്തികൾ പല വിധത്തിൽ ആ കുടുംബത്തിലേക്ക് വന്ന് കയറുന്നത് കാണാൻ പറ്റും. നിന്റെ ബിസിനസ്സിനെതിരെ, നിന്റെ മക്കൾക്കെതിരെ, നിന്റെ ജോലിക്കെതിരെ, നിന്റെ കഴിവുകൾക്കെതിരെ, നിന്റെ മക്കൾക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ ഒക്കെ ആഞ്ഞടിക്കും. ദുഷ്ടാരെ കൊണ്ട് സ്തുതിക്കാതെ സ്തുതിച്ചോ. ദൈവാരാധനയിലേക്ക് പോകണം. ഹൃദയം തുറന്നോ, എപ്പോഴും സ്തുതിക്കണം. ഹല്ലേലൂയ. ആണ് പൗലോസ് പറയുന്നത് എഫെസസ് 6:18 പറയും, നിങ്ങൾ അപേക്ഷകളോടും കൂടെ എല്ലാ സമയവും. അപ്പൊ എല്ലാ സമയവും ആത്മാവിൽ. അതുകൊണ്ട് ഭാഷ വരെ കിട്ടിയാൽ എല്ലാ രാത്രി കടന്ന് നിമിത്തം സ്തുതിക്കാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, ഒത്തിരി വർഷം മുമ്പ്, 10-25 വർഷം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയത്. എന്നെ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. അപ്പോഴത്തേപ്പോൾ ഉച്ച സമയത്ത് എനിക്കൊരു ഇച്ചിരി സമയം ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ പോയി അച്ഛന്മാർ താമസിക്കുന്ന ഒരു ഡോർമെട്രി പോയി കിടന്നു. അച്ഛന്മാർക്ക് വേണ്ടി ഒരു ഡോർമെട്രി ഉണ്ട്. ആ ഡോർമെട്രി പോയിട്ട് ഞാൻ ഒരു കട്ടിലപ്പി ഞാൻ കിടന്നു. അപ്പോൾ കിടന്നപ്പോൾ അവിടെ ആ സമയത്ത് ആരുമില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നായിക്കുമ്പോൾ വെച്ചാൽ വന്നിട്ട് എൻ്റെ അടുത്ത കട്ടിലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉണർന്നിട്ട് എനിക്ക് ക്ലാസ്സിൻ്റെ സമയം ഞാൻ പെട്ടെന്ന് എഴുതി നോക്കുകൊണ്ട് അച്ഛനെ ഉറക്കത്തിലാണ്. പക്ഷേ അച്ഛനെങ്കിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണും എൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ കിടപ്പിലാണ്, അച്ഛൻ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചു എന്നെ വലിയൊരു അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ചു ഉറക്കത്തിങ്ങനെ അച്ഛൻ ഉറങ്ങുന്നുണ്ട്, ഉറക്കം വലിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. കണ്ട കാഴ്ചയാണ്. അതാണ് അനോയിന്റിങ് നിലനിൽക്കുന്നതിന്റെ കാരണം. സ്തുതിപ്പുള്ളതുകൊണ്ടാണ്. അല്ല എനിക്ക് മാറി സ്തുതിപ്പ് പോയാലോ. അനോയിന്റിങ് ഉള്ളതിന്റെ കാരണം സ്തുതിപ്പുള്ളതുകൊണ്ടാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ അടുത്ത് കണ്ടു. അതെൻ ചെറുപ്പമാണ്. അതെന്നെ പിടിച്ച് കയറ്റിക്ക് സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്ന് ഈ അച്ഛനൊക്കെ കൊണ്ടുപോകും. എന്നെ കുഞ്ഞുനാളിൽ എന്നെ കൊണ്ട് സുവിശേഷം പ്രസംഗിപ്പിക്കാൻ ഇവരെ. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ പാഠമായിരുന്നു. അനുഗ്രഹത്തിന്റെ സ്തുതിച്ചോണ്ടിരിക്കും. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക.